ഹായ് എവ്രി വൺ, ഞാൻ ആദിത്യ. നമ്മുടെ MVR ഹോസ്പിറ്റലിൽ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ക്ലിനിക്കൽ ഓങ്കോ ജനറ്റിക്സ് ആൻഡ് ജനറ്റിക് കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ കൺസൾട്ടൻറ്റ് ജനറ്റിക് കൗൺസിലറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ക്യാൻസറിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണമാണ് ജനറ്റിക് അല്ലെങ്കിൽ ഇൻഹെറിറ്റഡ് ആയിട്ട് വരുന്നത്. 5 to 10% ക്യാൻസേഴ്സാണ് ഇങ്ങനെ വരുന്നിട്ടുള്ളത്. അത് പലരുടെയും തെറ്റിദ്ധാരണയാണ്, ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ജനറ്റിക് ആയിട്ട് ക്യാൻസർ വരുള്ളൂ. അങ്ങനെയല്ല, നമ്മുടെ ജീനുകളിൽ ഏതൊരു മ്യൂട്ടേഷൻ കൊണ്ട് വരുന്ന ക്യാൻസേഴ്സ് എല്ലാം തന്നെ നമുക്ക് ഹെറിഡിറ്ററി ക്യാൻസേഴ്സാണ്. ജനറ്റിക് സിൻഡ്രോംസ് കൊണ്ടുവരുന്ന ഒരുപാട് ക്യാൻസേഴ്സ് ഉണ്ട്. അപ്പം അതിൽ ഓരോ ജനറ്റിക് സിൻഡ്രോംസിനെ പറ്റിയിട്ടായിരിക്കും ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് തന്നെ നമ്മൾ സ്ത്രീകളിൽ വളരെ കോമൺ ആയിട്ട് വരുന്ന ബ്രസ്റ്റ് ക്യാൻസർ. സ്ത്രീകളിൽ മാത്രമല്ല, പുരുഷന്മാരിലും മെയിൽ ബ്രസ്റ്റ് ക്യാൻസേഴ്സും നമ്മളിപ്പം വളരെ കാണാറുണ്ട്. HBOC സിൻഡ്രോം, ഹെറിഡിറ്ററി ബ്രസ്റ്റ് ആൻഡ് ഒവേറിയൻ ക്യാൻസർ സിൻഡ്രോം. അത് BRCA1 BRCA1 ആൻഡ് BRCA2 എന്നുള്ള ജീൻ കൊണ്ടാണ് പൊതുവിൽ നമ്മൾ കാണുന്നത്. പക്ഷേ അതുകൂടാതെ നമുക്ക് വേറെ ഒരുപാട് ജീൻസ് കൊണ്ടും നമുക്ക് ഈ HBOC സിൻഡ്രോംസ് ഉണ്ടായേക്കാം. പലരുടെയും തെറ്റിദ്ധാരണയാണ് ഈ BRCA ജീൻ മാത്രം ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ BRCA ജീൻ മാത്രം സ്ക്രീൻ ചെയ്താലും മതി. അപ്പോൾ ആ റിപ്പോർട്ട് നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ഹെറിഡിറ്ററി ആയിട്ട് കാണില്ല എന്നുള്ളത്. പക്ഷേ അത് തെറ്റിദ്ധാരണയാണ്. നമുക്ക് ഒരുപാട് ബ്രസ്റ്റ് ക്യാൻസർ വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ജീൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ CHEK2, ATM, TP53, അതുപോലെ PALB2, CDH1, അങ്ങനെ ഒരുപാട് ജീൻസ് കൊണ്ട് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നേക്കാം. അപ്പോൾ നമ്മൾ ഈ എല്ലാ ജീൻസും നമ്മൾ സ്ക്രീൻ ചെയ്യേണ്ടത് നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഒവേറിയൻ ക്യാൻസർ വരാൻ വേണ്ടിയിട്ട് RAD51C, RAD51D, CHEK2, ATM, MMR ജീൻസ്, ഇതുകൊണ്ടൊക്കെ നമുക്ക് ഒവേറിയൻ ക്യാൻസറും വന്നേക്കാം. സോ അതുകൊണ്ട് നമുക്കൊരു 15 to 20 അറ്റ്ലീസ്റ്റ് 20 ജീൻസ് കവേർഡ് ആയിട്ടുള്ളൊരു പാനൽ ടെസ്റ്റ്, HBOC പാനൽ ടെസ്റ്റിന് അയച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കിത് സ്ക്രീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പം അതിലെന്തെങ്കിലും ചേഞ്ചസ് ആ റിപ്പോർട്ട് നെഗറ്റീവായിട്ട് വന്നാൽ മാത്രമാണ് നമുക്കതൊരു ഹെറിഡിറ്ററി അല്ല എന്ന് നമുക്ക് പറയുന്നത്. ജസ്റ്റ് നമ്മൾ BRCA1 and 2 ടെസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം HBOC അല്ല എന്നുള്ളതും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഇനി അങ്ങനെ ഒരു ജീനിൽ നമ്മൾ എന്തെങ്കിലും പോസിറ്റീവായിട്ട് കാണുകയാണ്, അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുക? നമ്മൾ സ്ക്രീനിങ് ഓപ്ഷൻസ് ആണ്. നമ്മൾ ഫസ്റ്റ് എല്ലാ ജീൻസിനും അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ട്. മെയിൽസിന് ഡിഫറെൻ്റ് ആയിട്ട് ഫീമെയിൽസിന് ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം റിസ്ക് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ജീൻ മ്യൂട്ടേഷൻ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ BRCA ജീൻ മ്യൂട്ടേഷൻ കൊണ്ട് എന്തൊക്കെ റിസ്ക് ആണ് വരുന്നത്? 70 to 80% റിസ്ക് ഉണ്ട് ഫോർ ബ്രസ്റ്റ് ക്യാൻസർ, 30 to 40% റിസ്ക് ഫോർ ഒവേറിയൻ ക്യാൻസർ ആൻഡ് 30 to 50% റിസ്ക് ഫോർ ബൈലാറ്ററൽ ബ്രസ്റ്റ് ക്യാൻസർ. അപ്പോൾ ഈ റിസ്ക് നമ്മൾ ഫസ്റ്റ് തന്നെ ഡിസ്കസ് ചെയ്യും. പ്ലസ് മെയിൽ breast cancer, 2 to 5% റിസ്ക് ഫോർ മെയിൽ ബ്രസ്റ്റ് ക്യാൻസർ ആൻഡ് 15% റിസ്ക് ഫോർ പോസ്ട്രേറ്റ് ക്യാൻസർ. അപ്പം ഈ റിസ്ക്കാണ് നമ്മൾ ആദ്യം തന്നെ പേഷ്യൻ്റെ അടുത്ത് ഡിസ്ക്ലോസ് ചെയ്യുക. ഇനി ഈ റിസ്ക് മാനേജ്മെൻറ്റ് ആയിട്ട് നമ്മൾ സ്ക്രീനിങ് ഓപ്ഷൻസ് എന്തൊക്കെ കൊടുക്കും? പൊതുവിൽ നമ്മൾ പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് മാക്സ്റ്റക്ടമി തന്നെ നമ്മൾ റെക്കമെൻഡ് ചെയ്യും BRCA പോസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസിന്. പ്ലസ് നമ്മൾ RRSO, റിസ്ക് റെഡ്യൂസിങ് സാഫ്രിംഗോ ഓഫ്രക്ടമി വിത്ത് ഹിസ്റ്റക്ടമി നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നതാണ്. 35 മുകളിൽ അല്ലെങ്കിൽ 40s ഫീമെയിൽസ് ആണെങ്കിൽ നമ്മൾ എന്തായാലും RRSO വിത്ത് ഹിസ്റ്റക്ടമി റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കും. മെയിൽസിൽ നമ്മൾ പറയുകയാണെങ്കിൽ സ്ക്രീനിങ് ഓപ്ഷൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് പ്ലസ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ സ്ക്രീനിങ്സ് ആണ് നമ്മൾ പൊതുവിൽ അവർക്ക് റെക്കമെൻഡ് ചെയ്യും. അടുത്തതായി നമ്മൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ക്യാൻസറാണ് കോളൻ ക്യാൻസർ. കോളൻ ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ളൊരു സിൻഡ്രോമാണ് ലിൻ സിൻഡ്രോം. അത് MMR ജീൻ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്നതാണ്, മിസ് മാച്ച് റിപ്പയർ ജീൻ. അപ്പം നമ്മൾ ഈ IHC ചെയ്യുന്ന സമയത്ത് MMR ജീൻ ലോസ് ഉണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, MMR ജീൻ ലോസ് ആയിട്ട് നമ്മൾ കാണപ്പെടുകയാണെങ്കിൽ അത് ലിൻ സിൻഡ്രോം ആയിരിക്കും. നമുക്ക് ഏകദേശം നമ്മൾ സസ്പെക്ട് ചെയ്യുന്നത് ലിൻ സിൻഡ്രോം ആയിട്ടായിരിക്കും. ലിൻ സിൻഡ്രോം റിസ്ക് കാരണം നമുക്ക് വരുന്നത് ഒരു 30 to 40% റിസ്ക് കോളറക്ടൽ ക്യാൻസേഴ്സ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മൾ കിഡ്നി റിലേറ്റഡ് ക്യാൻസേഴ്സ്, യൂറിനറി ബ്ലാഡർ ക്യാൻസേഴ്സ്, പിന്നെ ഫീമെയിൽസിൽ പറയുകയാണെങ്കിൽ നമ്മൾ എൻഡോമെട്രിയൽ ക്യാൻസേഴ്സ്, അതുപോലെ ഒവേറിയൻ ക്യാൻസേഴ്സ്, ബ്രസ്റ്റ് ക്യാൻസേഴ്സ്, മെയിൽസിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസേഴ്സ്, ഇതിനെല്ലാം റിസ്ക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാം റിസ്ക് ആയിരിക്കും ഫസ്റ്റ് നമ്മൾ പേഷ്യൻ്റെ അടുത്ത് ഡിസ്ക്ലോസ് ചെയ്യുന്നത്. ദെൻ അതിന് വേണ്ടിയിട്ടുള്ള സ്ക്രീനിങ്സും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മൾ പറയാനുള്ളതാണ് ലീഫ്രമിനി സിൻഡ്രോം. TP53 എന്ന് പറഞ്ഞൊരു ജീൻ മ്യൂട്ടേഷൻ കൊണ്ടാണ് ഈ സിൻഡ്രോം വരുന്നത്. അത് നമ്മൾ ബോത്ത് ചൈൽഡ്ഹുഡ് ആൻഡ് അഡൾട്ട് ക്യാൻസേഴ്സിലും ഇത് വരുന്നതാണ്. ബ്രസ്റ്റ് ക്യാൻസേഴ്സ്, അഡനോകോർട്ടിക്കൽ കാർസിനോമാസ്, ബ്രെയിൻ ട്യൂമേഴ്സ്, ലുക്കീമിയാസ്, ഇതൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഒരു ചൈൽഡ്ഹുഡ് ക്യാൻസർ വന്നു, ലൈക്ക് വിത്ത് ബേബി കംസ് വിത്ത് ലുക്കീമിയ ആൻഡ് ഷീ ഹാസ് എ ഫാമിലി ഹിസ്റ്ററി, മേ ബി എ മറ്റർനൽ ആൻഡ് ഹാഡ് ബ്രസ്റ്റ് ക്യാൻസർ. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഏകദേശം അത് ഉറപ്പിക്കാൻ പറ്റും. വി ക്യാൻ സസ്പെക്ട് ദാറ്റ് ഇറ്റ് കുഡ് ബി TP53. അപ്പോൾ ഈ TP53 ജീനും കവർ ചെയ്തിട്ടുള്ള ഒരു പാനൽ ടെസ്റ്റിങ്ങിന് വേണം നമ്മൾ അയക്കാൻ വേണ്ടിയിട്ട്.
അപ്പം അത് ഈ ജീൻ കൊണ്ട് ഉണ്ടാകുന്ന റിസ്ക് അത് ചൈൽഡ്ഹുഡ് ക്യാൻസേഴ്സിനും അഡൽട്ട് ക്യാൻസേഴ്സിനും രണ്ട് രീതിയിലാണ് റിസ്ക് വരുന്നത്. അത് മേ ബി ചൈൽഡ്ഹുഡ് നമ്മുടെ കുട്ടികൾക്ക് 18 ഇയേഴ്സിന് പ്ലസിന് ശേഷമായിരിക്കും അഡൽട്ട് ക്യാൻസർ റിസ്ക്കും അതിന് വേണ്ടിയിട്ടുള്ള സ്ക്രീനിങ്സും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് റെറ്റിനോബ്ലാസ്റ്റോമ, കുട്ടികളിൽ കണ്ടുവരുന്ന ഐ ക്യാൻസറാണ് റെറ്റിനോബ്ലാസ്റ്റോമ. RB1 ജീൻ മ്യൂട്ടേഷൻ കൊണ്ടാണ് ഈ ഒരു സിൻഡ്രോം വരുന്നത്. ഇതുകൂടാതെ ഐ ക്യാൻസർ അല്ലാതെ നമുക്ക് ചില പീനിയോബ്ലാസ്റ്റോമാസ്, ബ്രെയിൻ ട്യൂമേഴ്സ് ആയിട്ടുള്ള പീനിയോബ്ലാസ്റ്റോമാസ്, ചില സാർക്കോമാ ഈ ഒരു ജീൻ മ്യൂട്ടേഷൻ കാരണം വരാറുണ്ട്. CMMRD, കോൺസ്റ്റിറ്റ്യൂഷണൽ മിസ്മാച്ച് റിപ്പയർ ഡെഫിഷ്യൻസി. ഇത് MMR ജീൻ മ്യൂട്ടേഷൻ കൊണ്ടാണ് ഉണ്ടാകുന്നത്. പക്ഷേ നമ്മൾ ഇതുവരെ പറഞ്ഞ ക്യാൻസർ മോഡ് ഓഫ് ഇൻഹെറിറ്റൻസിന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓട്ടോസോമൽ റെസസീവ് പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് ഈ ഒരു സിൻഡ്രോം ക്യാരി ചെയ്യുന്നത്. കാഫെയുലൈറ്റ് സ്പോട്ട്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ബ്രൗൺ പിഗ്മെൻറ്റേഷൻ, ഇതാണ് ഈ ഒരു സിൻഡ്രോമിൻ്റെ വളരെ ഫിനോട്ടിപ്പിക്കായിട്ട് വരുന്നൊരു ഫീച്ചർ. നമ്മുടെ ആ ഒരു കാഫെയുലൈറ്റ് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും ഇറ്റ് കുഡ് ബി ഓഫ് CMMRD സിൻഡ്രോം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പാരൻ്റൽ കൺസെഗ്യൂനസ് എന്ന് വെച്ചാൽ ഫാമിലിയിൽ തന്നെ കല്യാണം കഴിച്ചിട്ടുള്ള പാരൻസിൻ്റെ ബേബിക്കാണ് പൊതുവിൽ നമ്മുടെ ഈ ഒരു CMMRD സിൻഡ്രോംസ് കാണാറുള്ളത്. സോ ദിസ് സിൻഡ്രോം ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ പാരൻ്റൽ കൺസെഗ്യൂനിറ്റി. പ്യൂർട്ട് ജഗർ സിൻഡ്രോം, STK11 എന്ന് പറഞ്ഞൊരു ജീൻ മ്യൂട്ടേഷൻ കാരണമാണ് നമുക്ക് ഈ ഒരു സിൻഡ്രോം വരുന്നത്. സോ ഈ ഒരു ജീൻ മ്യൂട്ടേഷൻ കാരണം നമുക്ക് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ക്യാൻസർ സച്ച് ആസ് കോളൻ ക്യാൻസർ, സ്മോൾ ബowel ക്യാൻസർ, സ്റ്റൊമക് ക്യാൻസേഴ്സ് എല്ലാം വരുന്നതാണ്. അതുകൂടാതെ നമുക്ക് ചില ബ്രസ്റ്റ് ക്യാൻസർ കേസസിലും നമ്മുടെ ഈ ഒരു ജീൻ മ്യൂട്ടേഷൻ നമ്മൾ കാണാറുണ്ട്. ആൻഡ് ഒരു 10 to 15% റിസ്ക് ഫോർ ലങ് ക്യാൻസർ ആൻഡ് പാൻക്രിയാറ്റിക് ക്യാൻസേഴ്സും ഉണ്ട്. ഈ ഒരു സിൻഡ്രോമിന് വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു ഫീനോട്ടിപ്പിക് ഫീച്ചർ ഉണ്ട്. ദാറ്റ് ഈസ് നമ്മുടെ ലിപ്സ് വളരെ പിഗ്മെൻറ്റഡ് ആയിരിക്കും. നമ്മൾ പൊതുവിൽ കാണുന്ന ഒരു ലിപ് പിഗ്മെൻറ്റേഷൻ അല്ലാതെ വളരെ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ളൊരു ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ളൊരു പിഗ്മെൻറ്റഡ് ലിപ്സ് ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ അവരുടെ ടങ്ങിലും ചില പിഗ്മെൻറ്റേഷൻസും കാര്യങ്ങളെല്ലാം നമ്മൾ കാണാറുണ്ട്. നെക്സ്റ്റ് ആണ് VHL സിൻഡ്രോം, വോൺ ഹിപ്പൽ ലിൻഡോ സിൻഡ്രോം. അത് നമുക്ക് VHL എന്ന് പറഞ്ഞൊരു ജീൻ മ്യൂട്ടേഷൻ കൊണ്ടാണ് വരുന്നത്. പൊതുവേ നമ്മൾ RCC, റീനൽ സെൽ കാർസിനോമാസിലാണ് കാണാറ്. അതുകൂടാതെ ചില ഫിയോക്രോമോസൈറ്റോമാസ്, അതേപോലെ മൾട്ടിപ്പിൾ ഹെമാൻജിയോബ്ലാസ്റ്റോമ എന്നുള്ള ക്യാൻസേഴ്സിലും നമ്മൾ ഈ ഒരു ജീൻ മ്യൂട്ടേഷൻ കാണുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ചില ക്യാൻസർ ജനറ്റിക് സിൻഡ്രോംസ് ആണ്. ഇതുകൂടാതെ നമ്മുടെ ഏതൊരു ജീൻ മ്യൂട്ടേഷൻ കൊണ്ടും നമുക്ക് പല ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സും വരുന്നതാണ്. ഓരോ ജീൻസിനും അതിൻ്റേതായിട്ടുള്ള ക്യാൻസർ റിസ്കുകളുണ്ട്. സോ എല്ലാം സിൻഡ്രോമിക്കലി നമ്മൾ നെയിം ചെയ്തിട്ടില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡൈസർ ജീൻ മ്യൂട്ടേഷൻ, ഈ ഡൈസർ ജീൻ കൊണ്ടുണ്ടാകുന്ന ചില ക്യാൻസേഴ്സ് അത് പൊതുവിൽ നമ്മൾ കാണുന്നത് പ്ലൂറോ പൾമണറി ബ്ലാസ്റ്റോമാസ് ആണ്. പിന്നെ ചില ബ്രെയിൻ ട്യൂമേഴ്സ് സച്ച് ആസ് പീനിയോബ്ലാസ്റ്റോമാസിൽ നമ്മൾ കാണാറുണ്ട്, ചില തൈറോയിഡ് ക്യാൻസേഴ്സിൽ കാണാറുണ്ട്, ചില ഗ്യാസ്ട്രിക് മാലിഗ്നൻസി, അതേപോലെ തന്നെ നമ്മുടെ റീനൽ മാലിഗ്നൻസിയിലും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്തത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ചില ക്യാൻസർ ജനറ്റിക് സിൻഡ്രോംസ് ആണ്. അപ്പം ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ, ഓരോ സിൻഡ്രോംസ് മാത്രമല്ലാതെ നമ്മളെ ഓരോ ജീൻ കൊണ്ടും നമുക്ക് അതിൻ്റേതായിട്ടുള്ള ക്യാൻസർ റിസ്ക് ഉണ്ട്. അത് മെയിൽസിന് ഡിഫറെൻ്റ് ആയിരിക്കും, ഫീമെയിൽസിന് ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഈ ജനറ്റിക് മ്യൂട്ടേഷൻസ് കൊണ്ടുവരുന്ന ക്യാൻസറുകളുടെ പറ്റിയിട്ട് പബ്ലിക്കിനൊരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു വീക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പേഷ്യൻറ്റിൽ മാത്രം നിലനിൽക്കുന്ന ഒന്നല്ല, നമ്മുടെ ഫുൾ ഫാമിലി കൂടെ ഇൻവോൾവ് ആണ്. നമ്മുടെ പേഷ്യൻറ്റിന് മാത്രമുള്ള സ്ക്രീനിങ് അല്ല, ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ടെസ്റ്റിങ്ങോ, ഫാമിലിക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അവർ ഇഫ് ദേ ആർ പ്ലാനിങ് ഫോർ എ ബേബി അവിടെ എന്തൊക്കെ പ്രിക്കോഷൻസ് അല്ലെങ്കിൽ പ്രിവെൻറ്റീവ് സ്റ്റെപ്സ് എടുക്കണം എന്നുള്ളതൊക്കെ നമ്മൾ പേഷ്യൻറ്റിന് അഡ്വൈസ് ചെയ്യുന്നതായിരിക്കും. ജൂലൈ 2025 മുതൽ നമ്മുടെ MVR ഹോസ്പിറ്റലും നമ്മുടെ ഈ ഒരു ജനറ്റിക് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും മേൽ പറഞ്ഞ ഏതെങ്കിലും ഒരു ക്യാൻസർ ഉണ്ട്, അതിൻ്റെ ജനറ്റിക് ആയിട്ട് വരുന്ന റിസ്ക് അറിയണമെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ജനറ്റിക് ക്ലിനിക്ക് അവൈലബിൾ ആണ്. ജനറ്റിക് ടെസ്റ്റിംഗ് പ്ലസ് അതിനുശേഷമുള്ള ജനറ്റിക് കൗൺസിലിംഗും നമുക്ക് അവൈലബിൾ ആണ്.